ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളായല്ലേ ഞാൻ വീഡിയോ ചെയ്തെന്ന് പറയാൻ ഞാൻ മറ്റേ മൂവി എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തായിരുന്നു. എൻ്റെ ആനിമേ എക്സ്പ്ലനേഷൻ അത് കുറച്ച് ലേറ്റായി പോയി, കുറച്ചധികം താമസിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഞാൻ വീണ്ടും ആ ഒരു ദ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് ബ്ലൂം വിത്ത് ഡിഗ്നിറ്റിയുടെ സീസൺ 1 എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് 6 വരെ കണ്ടിട്ട് തോന്നുന്നു. സോ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കഥയിലെ നായകനായ റിൻഡാരോ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചെറുതായിട്ട് ഡിസ്റ്റൻസ് ഇട്ടു, അല്ലെങ്കിൽ ചെറുതായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ആലോചിച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. മറ്റേ കോളേജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട്സ് ആസ് യൂഷ്വൽ നമ്മൾ കോളേജിൽ വാട്സപ്പ് ഗ്രൂപ്പ് കാണുമല്ലോ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. സോ ആ ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്, എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ഒരു മെസ്സേജ് വരുന്നില്ല. അപ്പോഴാണ് നമ്മളുടെ വാഗൂരിയുടെ അടുത്ത് നിന്നൊരു മെസ്സേജ് വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സുബാരുവിനെ പോയി കണ്ടിരുന്നു അല്ലേ, നിങ്ങൾ സംസാരിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ആ മെസ്സേജ് കണ്ട് അവൻ അതിനെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ അവൻ ഓപ്പൺ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ പോയി കണ്ടിരുന്നു, സംസാരിച്ചു, ഒരുപാട് നിന്നോട് പറയാൻ വിട്ടുപോയി, സോറി എന്നൊക്കെ പറയുക. അപ്പോൾ അവൾ പറയുന്നത് എന്തിനാ ഇതിനൊക്കെ സോറി പറയുന്നത്? ആൻഡ് അവൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, എടുത്ത് പറയണമെന്ന രീതിയിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. ആകെ ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോളേജിലെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, പുറത്ത് വേറെ ആരുമില്ല. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഉസാമിയെ കാണിക്കുകയാണ്. ഉസാമി ആരാണെന്ന് അറിയാമല്ലോ, നമ്മളുടെ റിൻഡാരോയുടെ ഒരു ഫ്രണ്ടാണ്. സോ ഉസാമി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഉസാമി നോക്കിയപ്പോൾ നമ്മളുടെ റിൻഡാരോ എന്താണ് കളിക്കുന്നതിലൊന്നും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. സാധാരണ അവ എന്താണ് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കളിക്കുന്നതിൽ, ഐ മീൻ ഫുട്ബോൾ ഇതൊക്കെ കളിക്കുന്നതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഈ ഉസാമി അവൻ്റെ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനോട് പറയുകയാണ്, നമ്മളുടെ റിൻഡാരോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ കുറച്ച് റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്തു ആൻഡ് നമ്മളുടെ അടുത്ത് നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഫോളോ ചെയ്യണം, അവൻ്റെ ഓരോ നീക്കങ്ങളും നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കണം എന്ന് അവൻ്റെ ഫ്രണ്ട്സിനോട് നമ്മളുടെ ഉസാമിയുടെ ഫ്രണ്ട്സിനോട് പറയുന്നത്. ഈ ഉസാമിയുടെ ഫ്രണ്ട്സ് നമ്മളുടെ റിൻഡാരോയുടെ ഫ്രണ്ടും കൂടിയാണ്. ഓക്കെ, അവരങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ്. അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മാത്രമല്ല, അങ്ങനെ ഫോളോ ചെയ്യുകയാണ്. ചെയ്തപ്പോൾ നമ്മുടെ റിൻഡാരോ ഒരുപാട് ഡിസ്റ്റൻസിൽ പോകുന്നത് പോലെ തോന്നി. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ റിൻഡാരോ ഒരുപാട് ദൂരേക്ക് നടന്ന് നീങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. നടന്ന് എങ്ങോട്ടാണ്? ഒരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പോയത്. അവിടെ വെച്ച് റിൻഡാരോ നമ്മളുടെ ഹൈസ്കൂളിലെ കുട്ടികളെ മീറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിൻഡാരോയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഉസാമിയും മറ്റു 2 ഫ്രണ്ട്സും ഷോക്ക് ആവുകയാണ്. സോ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ റിൻഡാരോയും ബാഗൂരിയും ഒരു കോഫി കുടിക്കാൻ വേണ്ടി കഫേയിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു കഫേയിൽ മീറ്റ് ചെയ്തത് തന്നെ നമ്മളുടെ റിൻഡാരോയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. നമ്മളുടെ ബാഗൂരി ആണെങ്കിൽ റിൻഡാരോയോട് പറയുകയാണ്, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് നമ്മളുടെ സുബാരു ബാഗൂരിയെ നോക്കുവാണ്, എന്തുവാടി ഇത് ഇങ്ങനെയാണോ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് നമ്മളുടെ റിൻഡാരോയും കേട്ട് സന്തോഷമായിരിക്കുകയാണ്. ആൻഡ് റിൻഡാരോ ഒരു കാര്യം കൂടെ പറയുകയാണ്, അന്ന് ലൈബ്രറിയിൽ വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിരുന്നല്ലോ, അന്ന് ചെറുതായിട്ട് ഒന്ന് ക്ലാഷ് ആയല്ലോ എന്ന് ആ ലൈബ്രറിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ആലോചിപ്പിക്കുകയാണ് നമ്മുടെ റിൻഡാരോ. അപ്പം നമ്മളുടെ സുബാരു പറയുന്നു, ഞാൻ കണ്ടിരുന്നു അന്ന്, അതെനിക്ക് ഓർമ്മയുണ്ട് അവരെ. അപ്പം നമ്മുടെ റിൻഡാരോ പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ആരും അടുപ്പിക്കില്ലായിരുന്നു, എനിക്കങ്ങനെ ഫ്രണ്ട്സും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. അവസാനം ഞാൻ ഈ ചിതോരി സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത്. അവരാണ് ഈ 3 പേര് എന്ന് പറയുകയാണ്. ആൻഡ് അവർ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ എന്നോട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ കൂടെ ഇരിക്കാനും കളിക്കാനും ഇവർ മാത്രമേ ഉള്ളായിരുന്നു. സോ അന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടായതിന് അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ സോറി പറയുന്നു. ആൻഡ് അവർ നിങ്ങൾ വിചാരിക്കും പോലെ അത്ര ചിതോരി സ്കൂളിലെ എല്ലാ പയ്യന്മാരും മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരും അത്ര മോശമായ പിള്ളേരൊന്നും അല്ല, അവര് പാവമാണ് എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. സോ ഇതെല്ലാം നമ്മളുടെ ഇവിടെ ഫ്രണ്ട്സും ഇവൻ്റെ ആയിരുന്നു നമ്മളുടെ ഉസാമിയും കൂട്ടരും അവിടെ സൈഡിലിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് ചെറുതായിട്ട് ഫീൽ ആവുകയാണ്. ആൻഡ് അപ്പോൾ നമ്മളുടെ സുബാരു പറയുന്നുണ്ട്, അതൊന്നും വിഷയമല്ല, നിന്റെ ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് മനസ്സിലായി നിന്റെ സിൻസിയറിറ്റിയും കാര്യങ്ങളെല്ലാം. നിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമുക്ക് നടന്ന കാര്യങ്ങളെല്ലാം മറക്കാം, കുഴപ്പമില്ല, നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സോ അത് ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് അവസാനിച്ചിട്ട് ഇപ്പോൾ അവർ തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. തിരിച്ചു പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ഇരുട്ടി പോയിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ റിൻഡാരോയും സോറി, ഇത്ര ലേറ്റ് ആയിരുന്നു സോറി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിറകിൽ നിന്ന് ആരോ വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അത് ആരാണെന്ന് പറയാൻ, നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കമായ ബാഗൂരിയെ ശല്യപ്പെടുത്താൻ വേണ്ടി കുറച്ച് ബോയ്സ് വരുന്നത് കണ്ടിരുന്നല്ലോ, കുറച്ച് പയ്യന്മാര്. സോ ആ പയ്യന്മാരെ നമ്മുടെ റിൻഡാരോ അടിച്ചോട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ അടിച്ചോട്ടിച്ചത് കൊണ്ട് തന്നെ റിൻഡാരെ ആ പയ്യന്മാർക്ക് എന്തായാലും തിരിച്ചടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യന്മാര് വേറെ കുറച്ച് ഗ്യാങ്ങിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ പയ്യന്മാർ സൈഡിൽ ഒളിച്ച് നിൽക്കുകയാണ്. നമ്മളുടെ ബാഗൂരി റിൻഡാരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നമ്മളെ പയ്യന്മാരെ അടിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഷോ കാണിച്ചു വരികയാണ്. അപ്പൊ നമ്മളുടെ റിൻഡാരോ എനിക്ക് അടികൂടാൻ വഴക്കുള്ള സമയമില്ല, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്നോട് തീർക്കാൻ, അല്ലാതെ പിള്ളേർ തൊട്ട് കളിക്കണം എന്നൊക്കെ നമ്മളുടെ റിൻഡാരെ പറയുകയാണ്. അപ്പൊ അവർ
അവർ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് മാത്രമല്ല ഇവരോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരുമാതിരി ജാളാളുകൾ സീനാക്കുകയാണ് ആ ഒരു ഭാഗത്ത്. അപ്പോഴാണ് നമ്മളുടെ റിൻഡാരോയുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നത്. യെസ്, നമ്മളുടെ റിൻഡാരോയുടെ ഫ്രണ്ട്സ് ഓൾറെഡി റിൻഡാരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ റിൻഡാരോയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഉസാമിയും എല്ലാവരും ഉണ്ട്. 6 അവന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകൾക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോഴാണ് നമ്മളുടെ സാക്കു ആണെങ്കിൽ ആ ഒരു ഒളിച്ചു നിൽക്കുന്ന പയ്യന്മാർ അങ്ങോട്ടേക്ക് പോയിട്ട് നാണം ഉണ്ടാടെ അടി വാങ്ങിച്ചിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടുകയാണ്. അപ്പോൾ നമ്മളുടെ സാക്കു, ഉസാമി, ബാക്കി എല്ലാവരും നമ്മളുടെ റിൻഡാരോട് നീ ആ ഗേൾസിനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ, നമ്മൾ നമ്മളുടെ കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിൻഡാരെയും വാഗുവിനെയും സുബാരുവിനെയും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ റിൻഡാരെ അടിച്ച ഒരു പയ്യുണ്ടല്ലോ, റിൻഡാരെ തല ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ, അത് യുവമാരാണെന്നുള്ള കാര്യം അറിയുന്നത്. പെട്ടെന്ന് നമ്മളുടെ സാക്കുവിനും ഉസാമിക്കും എല്ലാവർക്കും ദേഷ്യം വരികയാണ്. കാരണം റിൻഡാരോട് ചോദിച്ചിരുന്നു ആരാടാ നിന്നെ അടിച്ചെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ് അത് ആരും വിളിച്ച് ചെറുതായിട്ടൊന്ന് മുട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇങ്ങനെ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ യുവമാരാണ് അടിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം അവർക്കൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. നേരെ നമ്മളുടെ സുബാരുവിനെയും റിൻഡാരുവിനെയും വാഗൂരിയും കളിക്കുകയാണ്. അപ്പോൾ വാഗൂരി ചോദിക്കുകയാണ് അയ്യോ നമ്മുടെ ഫ്രണ്ട്സിനെ വല്ല പറ്റിക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിൻഡാരോ പറയുകയാണ് എനിക്ക് അവന്മാരെ ആലോചിച്ച് പേടിയില്ല, എനിക്ക് മറ്റവന്മാരെ ആലോചിച്ചാണ് പേടിയുന്നത്. കാരണം ഈ യുറീറ്റോയും ഒസാമിയും എല്ലാവരും ഭയങ്കര പയ്യന്മാരാണ്, അവന്മാരെയൊന്നും അടിച്ചു നിൽക്കാനൊന്നും പറ്റൂല. അവസാനം നമ്മളുടെ പയ്യന്മാര് ആസുഷ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തന്നെ അടിച്ചു ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് തറയിൽ വീണ് നടക്കുന്ന ആ ഒരു പയ്യനെടുത്ത് പറയുകയാണ് ഇനി റിൻഡാരോയെ തുടർന്ന് പോലും നീ ആലോചിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് പോവുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ ആവുകയാണ്, മാച്ച് തുടങ്ങുകയാണ്. മാച്ചിന് നമ്മളുടെ റിൻഡാരയ്ക്ക് നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മാച്ച് ഫസ്റ്റ് പ്ലേ ഒന്നും നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആൻഡ് ഇനി ബാലൻസ് 2 പ്ലേ കൂടെ ഉള്ളൂ. അപ്പൊ നമ്മളെ റിൻഡാരോ അടുത്തേക്ക് നമ്മുടെ ഉസാമി, യുറീറ്റോ, സാക്കു എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് റിൻഡാരോയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. നീ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളുടെ റിൻഡാരോ ഞെട്ടിപ്പോയേ. അപ്പോൾ ഞാൻ കഫേയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരുന്നു എന്നൊക്കെ പറയും. റിൻഡാരോ ചെറുതായിട്ട് ചമ്മി പോവുകയാണ്. യെസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മളുടെ യുറീറ്റോയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ പറഞ്ഞത് കറക്റ്റാണ്, അവന് ഇവന്മാർ മാത്രമേ ഉള്ളായിരുന്നു. സോ അത് ഇവൻ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷമാവുകയാണ്. ആൻഡ് റിൻഡാരെ ഇപ്പോൾ ഹാപ്പി ആയിരിക്കണം. കാരണം ഇവന്റെ ഫ്രണ്ട്സ് ഇവനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊരു കാര്യം നമ്മുടെ റിൻഡാരയ്ക്ക് മനസ്സിലാക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് 2 കളികളും സ്കില്ലായിട്ട് കളിക്കുകയാണ്. ബോൾ അടിച്ച് തെറിപ്പിക്കുകയാണ്. ആൻഡ് ആ ഒരു നിമിഷം, ആ ഒരു മൊമെന്റ് ഇവർ നല്ലൊരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അത് നമ്മുടെ സ്കൂളിലെ സാറിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. യെസ്, ഇതൊരു ചെറിയ എപ്പിസോഡാണ്, വലിയ എപ്പിസോഡൊന്നും അല്ല. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.